തീർത്ഥം വേണോ? പൊന്നിന് തീർത്ഥം വേണോ? ബാ തരാം. ബാ, തീർത്ഥം കുടിക്കാൻ വന്നേക്കെന്നാണ് കേട്ടോ ഫ്രണ്ട്സ്. തീർത്ഥം അവന് വെള്ളം ഇത് കണ്ടോ, പൂജാ റൂമിൽ തീർത്ഥം കുടിക്കാൻ വേണ്ടി വന്നേക്കണ പൊന്ന്. എന്നാ ബൈ രക്ഷിക്കണേ, നോക്കട്ടെ. തരാ 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 മമ്മി. ഭഗവാന്റെ തീർത്ഥം കുടിക്കാനാണ് ഈ വന്നേക്കുന്നത് കണ്ടോ. ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര വിശ്വാസവും കേട്ടോ. തരാട്ടാ മാമ. എന്നാ എടെ ചമ്പായി രക്ഷിക്കണേ രക്ഷിക്കണേ രക്ഷിക്കണേ. തീർത്ഥം കുടിക്കാൻ വേണ്ടിയാണ് ഈ വന്നേക്കുന്നത്. ചമ്പായി രക്ഷിക്കണേ. പ്രണാം ചെയ്തോ പോലെ. തീർത്ഥം തന്നല്ലോ മമ്മ. മമ്മ തന്ന്, ഇതിൽ കൂടുതൽ എങ്ങനെ തരുന്നത്? തീർത്ഥം തന്ന് മമ്മി. തീർത്ഥം കുടിക്കാനാണ് വന്നത്. പ്രണാം ചെയ്യേ. രക്ഷിക്കണേ എൻ്റെ പൊന്നിനെ. കൊച്ചു തീർത്ഥമൊക്കെ കുടിച്ച് പ്രണാം ചെയ്യുന്ന രാവിലെ തീർത്ഥം കുടിക്കാനാണ് ഈ വന്നത് കേട്ടോ. ഇതേ പോണ് ഭഗവാനെ കണ്ട്. ഭയങ്കര ആത്മീയമാണ് അവന്. തീർത്ഥം കുടിച്ചതിൻ്റെ സന്തോഷം. ചായ കുടിച്ചോന്ന് ഇരിക്കുന്ന നീ? ഓ പ്രണാം കുറിച്ച് ഭഗവാൻ. ഓ ചായ കുടിച്ചോ ദീപക്? ചായ കുടിച്ചോ ചോദിച്ചേ മോൻ? ഓ ഓ प्रणाम करिए भगवान को, प्रणाम करिए. ജോൾ खाइचे भगवान का. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ, ഹായ് കൊടുത്തേ. അവിടെ ഇരുന്ന് ഒരു ഹായ് കൊടുത്തേ. എല്ലാവർക്കും ഒരു ഹായ്. ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം, ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പുറത്തെ കൈ ഉണ്ട്. എല്ലാവർക്കും രാവിലെ ഒരു ഹായ് കൊടുത്തേ. മോൻ പ്രണാം ചെയ്തു. ഭഗവാന്റെ തീർത്ഥമൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രണാം ചെയ്യുന്നതൊക്കെ കാണാം. രണ്ട് കൈയും വെച്ച് താഴെയൊക്കെ പ്രണാം ചെയ്യണം. ചേട്ടൻ പൂജാ റൂമിൽ ചെന്നാൽ ചേട്ടൻ ഭയങ്കര പൊക്കമല്ലേ, അപ്പോൾ ഇവന് ഭഗവാനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഉളിഞ്ഞ് നോക്കുന്ന വേണം കാണാൻ കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. രാവിലെ വന്നേക്കുന്ന വെള്ളം കുടിക്കാൻ. അവന് വെള്ളം കൊടുക്കണം. കാരണം അവനറിയാം ഞാൻ പാത്രങ്ങളൊക്കെ കഴിയപ്പോൾ അതിന് മുമ്പ് ഞാൻ തീർത്ഥം കൊടുക്കാറുണ്ട്. അവന് ചെന്ന് ദീപക്കിനോട് ഒരു ഇത് ചോദിച്ചാണ് ചായ കുടിച്ചോ എന്നൊക്കെ ഒന്ന് കുണുങ്ങിയൊക്കെ. ഒരു ചെറിയ വീഡിയോ, ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. അച്ഛൻ കിടക്കുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഓടി വന്ന് കിടന്നു. ഭയങ്കര ചൂട്, കൊടും ചൂട് കേട്ടോ. എന്താണെന്നറിയാമോ, ഇവിടുത്തെ ഇപ്പോൾ വൈശാഖ മാസം, അത് കഴിഞ്ഞ് ഇപ്പോൾ ജ്യേഷ്ഠി മാസം. ഇവരുടെ ബംഗളയിൽ ജ്യേഷ്ഠി മാസം എന്ന് പറയേ. അപ്പോൾ ഈ ജ്യേഷ്ഠി മാസം എന്ന് പറയുന്നത് ഭയങ്കര ചക്കയും മാങ്ങയൊക്കെ പഴുക്കുന്ന മാസം എന്നാണ് പറയുന്നത് ബംഗാളിയിലെ. അതായത് ഇവർക്ക് ഒരു 15 ജ്യേഷ്ഠി മാസം, ഈ ജൂണോടുകൂടി അമ്മി ആഴ്ച നീച്ചേ. അപ്പോൾ ഈ മാസം എന്ന് പറഞ്ഞാൽ ഈ ജൂൺ മാസത്തിൽ ഒരു 12-13 തീയതിയോടെ ജമാഷഷ്ടി എന്ന് പറയുന്ന ഇവരുടെ ഒരു ഫെസ്റ്റിവലുണ്ട്. അതൊക്കെ ഉണ്ട്. അതായത് ഇവരെ ജമായെന്ന് പറഞ്ഞാൽ മകളുടെ ഭർത്താവൊക്കെ വന്ന് മകളുടെ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ നല്ലതായിട്ട് അങ്ങനെ ഒരു ഫെസ്റ്റിവലുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടേ ഈ ചൂട് കുറയുള്ളൂ. ഇവരുടെ ജമായി ഷഷ്ടി കഴിയണം, എന്നാലേ ചൂട് കുറയുള്ളൂ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ കൊടും ചൂട്. നിങ്ങൾക്ക് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അനുഭവിക്കുന്നുള്ളവർക്ക് അറിയാം അത്ര ചൂട്. നമ്മുടെ നാട്ടിലെ ചൂടല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെയും ഒരു ചൂട് രാജ്യമാണ് ഞാൻ വന്നപ്പോൾ തൊട്ട്. എന്നാലും ഇപ്പം ചൂട് കൂടിക്കൂടി വരുന്ന സകല ഫ്ലാറ്റുകളും AC അറ്റ്മോസ്ഫിയറും മൊത്തം ചൂടായി. അത് കാരണം ഇവന് പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാണ്. നമുക്കേ പറ്റണില്ല. കൊടുക്കണേ ദീപക്കിന് ടാറ്റ. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഗുഡ് ബോയ് ആണ് കേട്ടോ. ഗുഡ് ബോയ് എൻ്റെ മോൻ. ഇതൊക്കെയാണ് കിടപ്പ്. ഇങ്ങനെ കിടക്കും കണ്ടില്ലേ. തറയിൽ കിടക്കണം എന്ന് പറഞ്ഞാൽ ഇവന് AC ഇട്ട് കൊടുത്തിരുന്നാലും ഫാൻ ഇട്ട് കൊടുക്കും. ഇവന് ചൂട് കൂടുതലാണ് കേട്ടോ. ഇവന് അതുകൊണ്ട് നല്ല മുടിയുണ്ടല്ലോ ഇവന്. ഇത് കണ്ടില്ലേ, നല്ല മുടിയുണ്ട്. അപ്പോൾ അത് കാരണം ഇവന് തറയിൽ കിടക്കുന്നതാണ് സുഖം കേട്ടോ. അതാണ് ഈ തറയിൽ അവൻ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിരിച്ചു കൊടുത്തിരുന്നാൽ അതിൽ കിടക്കില്ല. അപ്പോൾ ചിലവർ ഓർക്കും ഇന്നോ ഇവനെ വിരിച്ചു കൊടുത്താൽ അവൻ അവിടെ നിന്ന് വരും. അവന് പറ്റൂല, ചൂടൊട്ടും സഹിക്കൂല. ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയറൊക്കെ ചെയ്യുക കേട്ടോ. അച്ഛൻ ഇന്നുണ്ടാവും ശനിയാഴ്ച. ചേച്ചി ഇപ്പം തന്നെ വരും. ചേച്ചി ഉച്ചത്തെ ഫ്ലൈറ്റിൽ വരും കേട്ടോ. ചേച്ചി ഉണ്ടാവും. ചേട്ടൻ അവിടെ കിടക്കുന്നുണ്ട്. ചേച്ചി വരുമ്പോൾ ഒരു സന്തോഷമൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ ലേബേഴ്സ് വരും 3-4 പേര്. അങ്ങനെ പണി അങ്ങനെ നടക്കുന്നു. കണ്ടോ
ഇന്നലെ ആ പാവക്കുട്ടി കൊടുത്തിട്ട് ആ ടെഡി ബിയർ കൊടുത്തിട്ട് അതും പിടിച്ച് കിടക്കുന്നതാണ്. അവിടെ അവന് കളിക്കാൻ 3-4 ടെഡി ബിയറുണ്ട് കേട്ടോ. ചിലപ്പോൾ എടുത്ത് കൊടുക്കുമ്പോൾ അതൊക്കെ വെച്ച് ഇങ്ങനെ കിടക്കും. ചിലപ്പോൾ അതിനെ സ്നേഹിക്കുന്നതൊന്നും ഒട്ടും അവന് ഇഷ്ടമല്ല കേട്ടോ. അതൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ അവനെ ഇന്നലെ കണ്ടോ, അത് കൊടുത്തപ്പോൾ അതിൻ്റെ മുകളിൽ മുഖവും താഴ്ത്തി കുറേ നേരം കിടന്നു. പില്ലോയിൽ മുഖം താഴ്ത്തി കിടക്കുന്നവരെ പിന്നെ അതിനെ കെട്ടിപ്പിടിച്ച് കിടന്ന്. പാവം, നല്ല മോനാണ് കേട്ടോ. നല്ല മര്യാദയുള്ള മോനും നല്ല അനുസരണയും ഒക്കെ. പക്ഷെ അവനെ ഒന്ന് മാത്രം എന്ന് പറഞ്ഞാൽ അവനെ ഭൂമിയോ പറമ്പോ അങ്ങനെയൊന്നുമില്ല. അവനൊന്ന് പുറത്ത് പോകാനോ ഒന്നും ഒക്കെ കേട്ടോ. ഇവിടെ എല്ലാവരും ജോലിയും കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ തന്നെ 9 മണി 10 മണി. അപ്പോൾ തളർന്നൊടിഞ്ഞ് ഈ ചൂടത്തൊക്കെ എൻ്റെ മോനൊക്കെ ബൈക്കിൽ പോയി തളർന്നൊടിഞ്ഞ് വരുന്നതല്ലേ. അവരൊക്കെ റെസ്റ്റ് എടുക്കാൻ നോക്കുകയുള്ളൂ. എൻ്റെ മോൻ ചിലപ്പോൾ ബാങ്കിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 11-11:30 ആയി. കുളിച്ച് കഴിഞ്ഞ് അവരൊക്കെ ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാനും ഒക്കെ നോക്കുന്നു. ഭയങ്കര പ്രാർത്ഥനയാണ് കേട്ടോ. ദൈവത്തിനെ ഒരുപാട് ബഹുമാനിക്കും. അപ്പോൾ ഇത് രാവിലെ തീർത്ഥം കുടിക്കാൻ വന്നതാണ് കാണുന്നത്. അത് നേരെ പൂജ റൂമിൽ വരുമ്പോൾ നമുക്കറിയാം ഇവൻ എന്തിനാണ് വരുന്നതെന്നൊക്കെ. ചേട്ടൻ പ്രാർത്ഥിക്കുമ്പോൾ ചേട്ടൻ ഭയങ്കര പൊക്കമില്ലേ, അപ്പോൾ ഇവന് കാണാൻ പറ്റില്ല. അപ്പോൾ ഇടയിൽ കൂടെ നോക്കുന്ന ആ രംഗമൊക്കെ വേണം ഒന്ന് കാണാൻ. പിന്നെയും എന്നെ കിടക്കണം. ഉമ്മൻ തന്നെ പൊന്നുമ്മൻ തന്നെ മുന്നേ മുന്നത് പൊന്നു നമ്മുടെ പൊന്നു അയ്യോ അവർ പൊന്നാടി അമ്മ പൊന്നാടി നമ്മുടെ പൊന്നുമ്മോട് പൊന്നമ്മടെ 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 പൊന്നാണ്. നമ്മുടെ ചക്കര നമ്മുടെ ചക്കര നമ്മുടെ ചക്കര നമ്മുടെ ചക്കരയാണ് നമ്മുടെ ചക്കര. അമ്മയ്ക്ക് പൊന്നനെ അമ്മയ്ക്ക് പൊന്നനെ അമ്മയ്ക്ക് പൊന്നേടി അടി മാമ കുമ്മണ്ട അല്ലടി അതൊക്കെ എൻ്റെ ചക്കര അറിയ അമ്മേടി അമ്മയുടെ ഉമ്മ അടിയടി അമ്മയുടെ പൊന്നടിയടി അമ്മയുടെ പൊന്നടിയടി വിളിക്കണം. കുറേ നേരം കിടന്നപ്പോഴും അച്ഛൻ എണീക്കുന്നില്ല. അപ്പം വിളിക്കുന്നതാണ് കാണുന്നത്. അച്ഛ എണീക്ക് 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 അച്ഛ എണീറ്റ്. ബിസ്ക്കറ്റ് വേണോ പൊന്നിന്? ബിസ്ക്കറ്റ് വേണോ? ബിസ്ക്കറ്റ് വേണോ പൊന്നിന്? പൊന്നേ അച്ചോ അച്ചോ എന്താണ് അച്ഛ എണീക്ക്. കുറേ നേരം ആയില്ലേ ഞാൻ നോക്കി കിടക്കുന്നത്. അവനെ പുറത്തേക്ക് കൊണ്ടുപോകാനായിരിക്കും. അച്ഛനെ വിളിച്ചെണീപ്പിച്ചിട്ട് നീ ചെന്ന് കിടക്കുന്നതാടാ കള്ള. അച്ഛനെ വിളിച്ചെണീപ്പിച്ചിട്ട് കിടക്കുന്ന ഇഷ്ടമല്ല. അവൻ എണീക്കുമ്പോൾ എല്ലാവരും എണീക്കണം. അവൻ കിടന്നാൽ എല്ലാവരും ഉറങ്ങുമ്പോൾ അവൻ ഉറങ്ങണം. പാല് മേടിക്ക്, മുട്ട മേടിക്ക്, മാങ്ങ മേടിക്ക്. ഇപ്പോൾ പാല് മേടിച്ചില്ലെങ്കിൽ ചൂടല്ലേ പെട്ടെന്ന് ചീത്തയായിപ്പോവും. അതാണ് അച്ഛനെ എണീപ്പിച്ചപ്പോൾ സമാധാനമായി. അവന് പുറത്തേക്ക് പോകണം, വേറെ ഒന്നിനുമല്ല. ഇതുപോലത്തെ കുഞ്ഞ് പപ്പി വേണ്ടേ? ഇതുപോലത്തെ കുഞ്ഞ് പപ്പി പൊന്നിന് വേണ്ടേ? അല്ല ഉമ്മൻ കൊടുത്തേ പപ്പിക്ക് ഉമ്മൻ കൊടുത്തേ. പപ്പിക്ക് ഉമ്മൻ കൊടുത്തി എന്നാ ഉമ്മ ഓട് പൊന്ന് ഉമ്മ ഓട്. പാവ അവൻ ഉമ്മ കൊടുക്കണേ. പാവ. ഇത് കുഞ്ഞിൻ്റെ പപ്പിയാണേ ഫ്രണ്ട്. ഇത് സ്കൂബിയുടെ കുഞ്ഞ് പപ്പിയാണേ. നമ്മൾ മേടിക്കുമ്പോൾ ഇതുപോലത്തെ പപ്പിയൊക്കെ മേടിക്കും അല്ലേ പൊന്നോ? നല്ല മോൻ. പുറത്ത് പോയാ പൊന്ന്. എവിടെ ചേട്ടാ? ചേട്ടനെ കാണുന്നില്ല. അവിടെ കിടക്കുന്നുണ്ട് ചേട്ടൻ വിളിച്ച്. പുറത്ത് ഭയങ്കര ചൂട് കേട്ടോ. 7, 7:30, 8 മണിയായപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഓർക്കണേ. അപ്പോൾ ഇന്നത്തെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ. അല്ലേ? എന്ത് പൊന്നോ? ബിസ്ക്കറ്റ് വേണോ പൊന്നിന്? എന്നാ ബാ. അച്ഛൻ ലേബേഴ്സൊക്കെ ഉണ്ടാവില്ലേ? പാല് മേടിക്കണം, മാങ്ങ മേടിക്കണം. ഇന്ന് ചേച്ചി വരും. മാങ്ങയുടെ ആളാണ്, മാമ്പഴത്തിൻ്റെ ആളാണ് ഞാനും എൻ്റെ മോളും കേട്ടോ. എൻ്റെ മോൻ പിന്നെ ചക്കയും മാങ്ങയൊന്നും കഴിക്കത്തില്ല. മാമ്പഴമൊക്കെ മേടിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മോള് വരും. 3-4 ദിവസം മോള് ഇല്ലായിരുന്നു.
ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാൽ രാവിലെ ഇവനെ ഒന്ന് കൊഞ്ചിക്കണ വീഡിയോയും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ.